മാസപ്പടി കേസിൽ വീണ ടി നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ സാവകാശം തേടി ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സമയം ചോദിച്ചത്. അതേസമയം CMRL ഉദ്യോഗസ്ഥർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. 5 CMRL ജീവനക്കാർക്കാണ് ഇന്നെത്താൻ സമൻസ് നൽകിയിട്ടുള്ളത്. CMRL MD ശശിധരൻ കർത്തയോടും നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഈ 2 ചോദ്യങ്ങൾ. ഒന്ന്, ഈ 5 CMRL ജീവനക്കാർ ഇന്ന് എത്തും എന്നാണ് മനസ്സിലാകുന്നത്. അവർ എത്ര മണിക്കായിരിക്കും എത്തുക? 2, വീണയുടെ ഈ ഒരു ആവശ്യം, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണല്ലോ ഇത് ആവശ്യം, അത് ED ഒക്കെ അടിച്ചിട്ടുണ്ടോ? ഹരി, ഇന്നലെ രാവിലെയാണ് വീണ വിജയൻ ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ കഴിയില്ല എന്ന മറുപടി ED ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിലൊരു മറുപടി നൽകിയത്. ഒപ്പം ഈ ആവശ്യപ്പെട്ട രേഖകളും മറ്റ് അനുബന്ധ കാര്യങ്ങളുമെല്ലാം തന്നെ ഇമെയിൽ മുഖേന അയക്കാമെന്ന് കൂടി മറുപടി നൽകിയിരിക്കുകയാണ്. എന്തായാലും ED അഭിഭാഷകർ അങ്ങനെയാണെങ്കിൽ നാളെ ഹാജരാക്കാൻ കഴിയില്ല എന്ന് വീണ വിജയൻ പറയുകയാണെങ്കിൽ നാളെ തന്നെ മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയക്കും. അങ്ങനെയാണ് സാധാരണ EDയുടെ പതിവ്. എങ്ങനെ എന്തായാലും മറ്റൊരു ദിവസത്തേക്കായിരിക്കും ഈ വീണയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറുപടി തീയതി കൊടുക്കുക, ഈ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തീയതി കൊടുക്കുക. എന്തായാലും ഇപ്പോൾ വീണ തന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ CPM കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീണ എന്തായാലും EDക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ്. പക്ഷേ വീണ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നാളെ ഹാജരാകാൻ കഴിയില്ല എന്നാണ്. വീണയെയും ശശിധരൻ കർത്തേനെയുമാണ് നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചത്. അതിൽ ശശിധരൻ കർത്ത മറുപടിയൊന്നും നൽകിയിട്ടില്ല. ഇനി അദ്ദേഹവും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആകുമോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തതയില്ല. നേരത്തെയൊക്കെ 2 തവണ അദ്ദേഹം ഹാജരായിരുന്നില്ല. മുമ്പ് നടത്തിയ റെയ്ഡിനെ തുടർന്നുള്ള സമൻസിൽ അദ്ദേഹം ഹാജരായില്ല. അദ്ദേഹവും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ശശിധരൻ കർത്ത നാളെ ഹാജരാകുമോ ഇല്ലയോ, അതോ നാളെ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുമോ, മറ്റൊരു ദിവസത്തേക്ക് ഹാജരാകണം എന്ന് ആവശ്യപ്പെടുമോ എന്നൊക്കെ നമുക്കിനി ഇന്നത്തെ ദിവസം അതിലും ഒരു അപ്ഡേഷൻ ഉണ്ടാകും. മറ്റൊന്ന്, ഇതിലെ തന്നെ CMRലെ തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥർ, 5ഓളം വരുന്ന ഉദ്യോഗസ്ഥർ ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകും. 10 മണിയോടുകൂടിയായിരിക്കും അവർ EDക്ക് മുന്നിലേക്ക് എത്തുക. അവരിൽ നിന്നും പ്രധാനമായും ചോദിച്ചറിയുന്നത് ഈ CMRലും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിയാമോ, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാമോ, ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട എന്ത് സേവനമാണ് ഈ കമ്പനികൾ തമ്മിൽ നടത്തിയത് എന്നീ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ ജീവനക്കാരിൽ നിന്നുമൊക്കെ ചോദിച്ചറിയുക. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ED ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചത്. വീണ വിജയനും ശശിധരൻ കർത്തയ്ക്കും വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ വീണ വിജയൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാളെ ഹാജരാകില്ല. എന്തായാലും വീണ വിജയൻ നാളെ ഹാജരാവില്ല. ശശിധരൻ കർത്തി നാളെ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നതാണ്. എന്തായാലും 5 CMRL ഉദ്യോഗസ്ഥർ ഇന്ന് 10 മണിക്ക് EDക്ക് മുന്നിൽ ഹാജരാകും. CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ എന്തെങ്കിലും അവർക്ക് ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് തന്നെയായിരിക്കാം ചോദ്യങ്ങൾ നീങ്ങുക. എന്തായാലും നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.